സൃഷ്ടികൾ നിന്നെ പുകഴ്ത്തി പറയുന്നത് കണ്ട് പെട്ടുപോകണ്ട. ഇന്ന് പലരും വലിയ ശൈഖന്മാരായി ഇരുന്ന് ജനങ്ങളുടെ കൈവശത്തിലുള്ളത് ചൂഷണം ചെയ്യാൻ വേണ്ടി ആലിമീങ്ങളെ തള്ളിപ്പറയുകയും ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇൽമിന്റെ ബഹുമാനം കുറക്കാനാണ് ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾ സംഘടനയെ സംബന്ധിച്ചും തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, താജുൽ ഉലമ എന്തിനു വേണ്ടി പ്രായമുള്ള കാലത്തും ബഹുമാനപ്പെട്ടവരെന്തിന് സംഘടനാ പ്രവർത്തനം നടത്തി? നൂറുൽ ഉലമ എന്തിനു വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്തി? അവരെങ്ങനെ പ്രവർത്തിക്കാൻ കാരണമുണ്ട്. നമുക്കറിയാം, താജുൽ ഉലമ ഓതിപ്പടിച്ച സ്ഥാപനമാണ് വാഴക്കാട് ദാറുൽ ഉലൂം. അന്നത്തെ കാലത്ത് അതൊരു വലിയ സ്ഥാപനം തന്നെയാണ്. ആ താജുൽ ഉലമ ഓതിക്കൊടുത്ത മർഹൂം കണ്യത്ത് ഉസ്താദ്, അല്ലാഹു അവരെല്ലാം കൂടെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, കണ്യത്ത് ഉസ്താദ് ഓതിപ്പടിച്ച സ്ഥാപനമാണ് ദാറുൽ ഉലൂം. അവിടെ ദർസ് നടത്തിയത് ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരാണ്. അവിടത്തേക്ക് അതിനു മുമ്പ് തന്നെ ദർസിൽ വന്നത് അവിടുത്തെ ഉസ്താദാണ്. ആ ദാറുൽ ഉലൂം ഇപ്പോൾ ആരുടെ കൈവശത്തിലാണ്? അത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കൈവശത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്? ആ കാലഘട്ടത്തിൽ നമ്മുടെ SYS-ഉം SSF-ഉം മുസ്ലിം ജമാഅത്തും ഇന്നത്തതുപോലെ സജീവമായി ഉണ്ടായില്ല എന്നതാണ്. ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെതിരെ ശബ്ദമുയരുമായിരുന്നു. അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹുവിന്റെ ശാദിലി റാത്തീബ് ചൊല്ലുന്നവർ ഇപ്പോഴുമുണ്ട്. ആ അബുൽ ഹസൻ ശാദിലി തങ്ങളുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട കോഴിക്കോട്ടെ ശാദുലിപ്പള്ളി ഇപ്പോൾ ആരുടെ കൈവശത്തിലാണ്? അത് മുജാഹിദിന്റെ കൈവശത്തിലാണ്. കാരണം എന്താണ്? അവിടെ ആ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ശക്തിപ്പെട്ടില്ല എന്നതാണ്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പേരിൽ അതേ മുഹയ്യിദ്ദീൻ മാല രചിച്ച പണ്ഡിതൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവായി ഇതൊക്കെയും നോക്കിയെടുത്തോവർ. ആ കോഴിക്കോട് അങ്ങാടിയിൽ ഹൃദയസ്ഥാനത്ത് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ നിർമ്മിച്ച പള്ളി ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അത് മുജാഹിദിന്റെ കൈവശത്തിലാണ്. അവിടെ ഒരു മുഹയ്യിദ്ദീൻ മൗലിദ് ഓതാൻ പറ്റൂല, റാത്തീബ് ചൊല്ലാൻ പറ്റൂല. അതിന്റെ ഇപ്പുറത്ത് ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാ നിർമ്മിച്ച പട്ടാളക്കാർക്ക് വേണ്ടി നിർമ്മിച്ച പട്ടാളപ്പള്ളി ആരുടെ കയ്യിലാണ്? മുജാഹിദിന്റെ കയ്യിലാണ്. അവിടെ ഇപ്പോൾ ടിപ്പു സുൽത്താൻ ചെയ്തതുപോലെയുള്ള അമല് ചെയ്യാൻ പറ്റൂല. എന്താണ് കാരണം? നമുക്ക് സംഘടനാ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ സജീവമായി ഉണ്ടായില്ല എന്നതാണ്. കുറ്റിയാടിയിലും പരിസരങ്ങളിലും 11 മഹല്ലുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കൈയടക്കി അവിടെയുള്ള മഹാന്മാരുടെ മഖ്ബറുകൾ അടിച്ചു തകർത്തത് എന്തുകൊണ്ടാണ്? അന്ന് നമ്മുടെ സംഘടനാ പ്രവർത്തനം സജീവമായില്ല എന്നതുകൊണ്ടാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന കുറെ ബംഗാളികളുണ്ടല്ലോ. ആ ബംഗാളികളെ നിങ്ങളൊന്ന് വിളിച്ചിട്ട് നിനക്ക് ഫാത്തിഹ തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു നോക്കൂ. പേര് നല്ല സദഖത്തുള്ള, റഹ്മത്തുള്ള, ഹബീബുർ റഹ്മാൻ ഇങ്ങനെയൊക്കെയാണ് പേര്. പക്ഷേ ഫാത്തിഹ ഓതാൻ അറിയില്ല, ഒതു എടുക്കാൻ അറിയില്ല. എന്തേ കാരണം? അവിടെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുലും ഉണ്ടായില്ല. സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല. സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴിലുള്ള സംഘടനാ പ്രവർത്തനം ഉണ്ടായില്ല. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ അവർ അനാഥകളായി പോയി. കാരണം ഉലമാക്കൾ സംഘടിച്ച് ജനങ്ങളെ പ്രവർത്തന രംഗത്തിറക്കുന്നതിൽ വടക്കേ ഇന്ത്യയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ആലിമീങ്ങളില്ലാഞ്ഞിട്ടല്ല, ആലിമീങ്ങൾ അന്നും എന്നും ഉണ്ടായിരിക്കും. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന